ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസൺ ഈ മാസം 22-ന് ആരംഭിക്കുകയാണ്. മെഗാലേലത്തിന് ശേഷം നടക്കുന്ന IPL ആണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സീസണിന് പ്രാധാന്യം വളരെ വലുതാണ്. 10 ടീമുകളും ഇതിനോടകം തന്നെ മുന്നൊരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പരിശീലക ക്യാമ്പുകൾ സജീവമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ടൂർണമെന്റിന് ഒരുങ്ങുന്നത്. വലിയ മാറ്റങ്ങൾ രാജസ്ഥാന്റെ ടീമിൽ ഉണ്ടായിട്ടുണ്ട്. ജോസ് ബട്ട്ലർ, അശ്വിൻ, ചഹാൻ, ട്രെന്റ് ബോൾട്ട് എന്നിവരെല്ലാം ടീം വിട്ടിട്ടുണ്ട്. നിതീഷ് റാണ, ജോഫ്ര ആർച്ചർ, ഹസരംഗ, മഹേഷ് തീക്ഷ്ണ എന്നിവരെല്ലാമാണ് ടീമിലേക്ക് എത്തിയ പ്രധാന താരങ്ങൾ. രാഹുൽ ദ്രാവിഡിനെ മുഖ്യ പരിശീലകനായി കൊണ്ടുവന്നതും രാജസ്ഥാന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാൽ രാജസ്ഥാന് തിരിച്ചടിയാവുന്നത് നായകൻ സഞ്ജു സാംസൺ പരിക്കിന്റെ പിടിയിലായതാണ്. കൈവിരലിന് പരിക്കേറ്റ സഞ്ജുവിന് ആദ്യത്തെ ഒരാഴ്ചത്തെ മത്സരമെങ്കിലും നഷ്ടമാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തവണത്തെ സീസണിൽ രാജസ്ഥാൻ നിരയിൽ എതിരാളികൾ ഭയപ്പെടുന്ന പല താരങ്ങളിൽ സഞ്ജു സാംസന്റെ രഹസ്യായുധങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന 3 പേരിൽ ആദ്യത്തേത് വൈഭവ് സൂര്യവംശിയാണ്. 13-കാരനായ താരത്തെ രാജസ്ഥാൻ റോയൽസ് ലേലത്തിൽ സ്വന്തമാക്കിയത് ഭാവി മുന്നിൽ കണ്ടാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. 1.10 കോടിക്ക് താരത്തെ കൊണ്ടുവന്നത് സഞ്ജു സാംസനെ പോലെ വളർത്താനാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്നാൽ ഈ സീസണിൽ തന്നെ വൈഭവിനെ രാജസ്ഥാൻ കളിപ്പിച്ചേക്കും. സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം ഓപ്പണർ റോളിൽ വൈഭവിനെ പ്രതീക്ഷിക്കാം. സഞ്ജു കളിച്ചാൽ 3-ാം നമ്പറിൽ താരത്തെ കളിപ്പിക്കുമെന്നാണ് നിലവിലെ വിവരം. അണ്ടർ-19 ഏഷ്യ കപ്പിലും വിജയ് ഹസാരെ ട്രോഫിയിലും എല്ലാം ശോഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഏഷ്യ കപ്പിൽ 5 മത്സരത്തിൽ നിന്ന് 176 റൺസാണ് താരം നേടിയിട്ടുള്ളത്. യുവതാരത്തിന് വലിയ ഭാവിയുണ്ടെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ സീസണിലൂടെ തന്നെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ തെറ്റിക്കാൻ വൈഭവിന് സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. മറ്റൊരാൾ ക്വീന മഫാക്കയാണ്. ദക്ഷിണാഫ്രിക്കയുടെ യുവ പേസർമാരിൽ ഒരാളായ ക്വീന മഫാക്കയാണ് എടുത്തു പറയേണ്ട മറ്റൊരു താരം. അണ്ടർ-19 ലോകകപ്പിലൂടെ എല്ലാവരുടെയും ശ്രദ്ധ നേടിയെടുക്കാൻ മഫാക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇടം കയ്യൻ പേസർ ഇതിനോടകം മുംബൈ ഇന്ത്യൻസിനായി കളിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനായിരുന്നില്ല. ഇപ്പോൾ മികച്ച ലൈനും ലെങ്തും താരത്തിന് അവകാശപ്പെടാനാവും. 32 T20യിൽ നിന്ന് 36 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. ഇക്കണോമി അല്പം മോശമാണ്. എന്നാൽ രാജസ്ഥാന്റെ വജ്രായുധമായി മാറാൻ മഫാക്കയ്ക്ക് സാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇത്തവണ രാജസ്ഥാൻ റോയൽസ് ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന താരമാണ് ശുഭം ദുബെ. വിദർഭയ്ക്കായി ആഭ്യന്തര ക്രിക്കറ്റിൽ ശോഭിക്കുന്ന താരം നേരത്തെ 4 മത്സരങ്ങൾ രാജസ്ഥാനായി കളിച്ചിട്ടുണ്ട്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ബാറ്റിംഗ് വെടിക്കെട്ടാണ് താരം പുറത്തെടുത്തത്. 4 മത്സരത്തിൽ നിന്ന് 181.08 സ്ട്രൈക്ക് റേറ്റിൽ 134 റൺസാണ് അദ്ദേഹം നേടിയത്. ഇടം കയ്യൻ ബാറ്റ്സ്മാൻ ഫിനിഷിംഗ് റോളിൽ മികവ് കാട്ടാൻ കരുത്തുള്ളവനാണ്. സഞ്ജുവിന്റെ രാജസ്ഥാന്റെ ഫിനിഷിംഗ് റോളിലെ നിർണായക താരമായി ദുബെ മാറാനാണ് സാധ്യത കൂടുതൽ.